വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവയ്ക്കായുള്ള തെരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. കടുവയെ കൂടുവച്ചു പിടിക്കാനാണ് ഫോറസ്റ്റിന്റെ ശ്രമം. സ്ഥലത്തെ വിദ്യാലയങ്ങൾക്ക് പ്രാദേശിക അവധി നൽകി. അതേസമയം സമീപ പ്രദേശത്തായി മറ്റൊരു ആടിനെ കടുവ കൊന്നു. പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവയ്ക്കായുള്ള തെരച്ചിൽ രണ്ടാം ദിനവും തുടരുകയാണ്. കടുവയെ കൂടുവച്ച് പിടിക്കുവാനാണ് വനംവകുപ്പിന്റെ നീക്കം. വേണ്ടി വന്നാൽ കടുവയെ മയക്കുവെടി വയ്ക്കും. കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. അതേസമയം അമരക്കുനിയിൽ നിന്നും 1 കിലോമീറ്റർ അപ്പുറം ഒരു ആടിനെ ഇന്ന് രാവിലെ കടുവ കൊന്നു. 12 മണിയായപ്പോൾ ഞങ്ങൾ മിറ്റത്തിറങ്ങി മൂത്രമൊഴിച്ച് കയറി ചായം വെച്ച് കുടിച്ചപ്പോൾ ഒച്ച കേട്ട് കൂന്ന് ഒച്ച കേട്ട്. എന്നാലും ഞങ്ങൾ പറഞ്ഞ് കടുവയാന്നാ പറഞ്ഞു. ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ കടുവ വലിച്ചോണ്ട് ഓടും അതിനെ കണ്ട്. അപ്പോൾ ചേട്ടൻ പുറകെ പോയപ്പോൾ ഞാൻ ചേട്ടനെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോകും. കണ്ടു വലിച്ചോണ്ട് പോകും. എന്നാലും ഉടനെ ഞങ്ങൾ അയൽക്കാരൊക്കെ വിളിച്ചു. വെച്ചു. അപ്പൊ തന്നെ ഫോറസ്റ്റുകാർ വന്നോ? അവർക്ക് എന്നാൽ അവരുടെ നമ്പർ ഞങ്ങൾക്ക് വേറെ ഒരാൾ അയച്ചു തന്ന് വേഗം രൂവിനെ വിളിച്ചു. രൂവ് എല്ലാവരെയും വിളിച്ചു. ഞങ്ങളും വിളിച്ചു. സ്ഥലത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. സുരക്ഷ കണക്കിലെടുത്ത് സ്ഥലത്തെ വിദ്യാലയങ്ങൾക്ക് അവധിയാണ്. 2 ആഴ്ചക്കിടെ 3 വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നത്. ജനം, വയനാട്.